വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ER രാഗേഷ് ചെയ്തെന്ന് വീണ്ടും. രാഗേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ തോതിൽ ഈ മഴ റിപ്പോർട്ട് ചെയ്തിരുന്നു, മഴക്കെടുതിയും. എന്താണ് നിലവിലത്തെ സാഹചര്യം? ശക്തമായ മഴ തുടരുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും, ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമൊക്കെ ശക്തമായ മഴ തുടരുകയാണ്. ഒപ്പം മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ UP മധുരയിലാണ് ഇത്തരമൊരു അപകടം നടന്നത്. അതായത് കൂറ്റൻ ജലസംഭരണി തകർന്നു വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് 2 പേർ കൊല്ലപ്പെട്ടു, 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ പേർ ഇതിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന സംശയം രക്ഷാപ്രവർത്തകർക്കുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നു എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആശങ്കയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മരണസംഖ്യ ഉയരുമോ എന്നുള്ളതാണ്. കാരണം 12 പേർ ചികിത്സയിലുണ്ട്. ഈ 12 പേരുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇതാണിപ്പോൾ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, 3 വർഷം മുമ്പ് മാത്രം പണി കഴിഞ്ഞ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ ഒരു വാട്ടർ ടാങ്കാണ്, ജലസംഭരണിയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ദാരുണമായ സംഭവം തന്നെയാണ് മധുരയിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പല ഇടങ്ങളിലും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. പക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ശക്തമായ മഴയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെയ്യുന്നത്. ദേശീയപാത അടക്കം പല ഭാഗങ്ങളിലും ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ മണിപ്പൂരിൽ ഒരു പാലം തകർന്നു വീഴുന്നു. തടി കയറ്റിയ ലോറി കടന്നു പോകുന്നതിനിടെയായിരുന്നു ഈ അപകടമൊക്കെ തന്നെ സംഭവിച്ചത്. സമാനമായ രീതിയിൽ ടീസ്ത നദി കരകവിഞ്ഞൊഴുകുന്നത് പലയിടത്തും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് ദേശീയപാത 10 അടക്കം പലയിടങ്ങളിലും നദി വെള്ളം കയറിയെ തുടർന്ന് ഒലിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എൽദോ. രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.